ഇറാനിൽ നിലവിൽ അശാന്തിയും പ്രക്ഷുബ്ധമായ സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. ഈ അശാന്തിക്ക് പ്രധാന കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവുമാണ്. 225 ഡിസംബർ 28 ആരംഭിച്ച ഈ പ്രതിഷേധങ്ങൾ ഇപ്പോൾ രാജ്യമൊട്ടാകെ ശക്തമായിരിക്കുകയാണ്. വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, തകരുന്ന ജീവിത നിലവാരം എന്നിവയ്ക്കൊപ്പം രാഷ്ട്രീയ വെല്ലുവിളികളും ഭരണകൂടത്തെ വളരെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇറാനെ പിടിച്ചുലയ്ക്കുമ്പോൾ മധ്യേഷ്യയിൽ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ വീണ്ടും വർദ്ധിച്ചുവരികയാണ്. വെനസ്വേലയിൽ അമേരിക്ക സ്വീകരിച്ച നടപടികളുടെ സാഹചര്യവും ഇറാനിലെ നിലവിലെ പ്രക്ഷുബ്ധമായ സ്ഥിതിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്ക ഇറാനെതിരെ സമാനമായ ഒരു തന്ത്രം പരീക്ഷിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നു. അതേസമയം ഇറാനിൽ അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ നേരിട്ടുള്ള സൈനിക ഇടപെടലിനുള്ള സാധ്യത കുറവാണെന്നും ചില നിരീക്ഷകർ പറയുന്നു. പല ഇറാനിയൻ നഗരങ്ങളിലും നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് കാരണം കടുത്ത സാമ്പത്തിക നൈരാശ്യം, വർദ്ധിച്ചുവരുന്ന പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ, തകരുന്ന ജീവിത നിലവാരം എന്നിവയാണ്. ഈ സംഭവങ്ങൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും കടുത്ത പ്രതികരണങ്ങൾക്ക് കാരണമായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാധാരണക്കാർക്ക് നേരെ വെടിയുതിർക്കരുതെന്ന് ഇറാൻ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. കൂടാതെ പ്രതിഷേധിക്കുന്ന സാധാരണക്കാർ കൊല്ലപ്പെട്ടാൽ അമേരിക്ക തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഈ പ്രതിഷേധങ്ങൾ വിദേശ ഗൂഢാലോചനകളുടെ ഫലമാണ് എന്ന് പ്രസ്താവിച്ചു. ഇറാന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുതലെടുത്ത് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വിദേശ ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് അവർ ആരോപിക്കുന്നു. വർഷങ്ങളായി അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ഇറാനെ കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ഇറാനിയൻ റിയാൽ വൻതോതിൽ തകർന്നു. $1 ഏകദേശം 42,000 റിയാൽ എന്ന നിലയിലെത്തിയതായി വാർത്തകൾ പറയുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ വില കുത്തനെ ഉയർന്നു. തൊഴിലവസരങ്ങൾ കുറഞ്ഞു. സർക്കാരിന് മേലുള്ള ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഈ വെല്ലുവിളികൾ ഉണ്ടെങ്കിലും ഇറാന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അധികാരപ്പിടി മുറുകെ തന്നെയാണ്. ഇറാന്റെ പ്രതിരോധ കവചമായി കണക്കാക്കപ്പെടുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് വിശ്വസ്തമായും കാര്യക്ഷമമായും തുടരുന്നു. പെട്ടെന്നൊരു ഭരണ തകർച്ച അവിടെ ഉണ്ടാക്കാൻ കഴിയാത്തത്ര ശക്തമായി ഇത് നിലകൊള്ളുന്നുവെന്ന് പറയപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആക്രമണോത്സുകമായ പ്രസംഗങ്ങൾ ജാഗ്രതയുണർത്തിയിട്ടുണ്ട്. ട്രംപ് പ്രതിഷേധിക്കുന്ന ജനങ്ങളെ കൊല്ലരുത് എന്ന് ഇറാനെ പരസ്യമായി വിരട്ടി. കൂടാതെ ഇറാനെ മുന്നറിയിപ്പ് നൽകാൻ ലോക്ക്ഡ് ആൻഡ് ലോഡഡ് എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത് വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. തോക്കിൽ തിരകൾ നിറച്ച് എപ്പോൾ വേണമെങ്കിലും വെടിവെക്കാൻ തയ്യാറായിരിക്കുന്നതിനെയാണ് അതിന്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്. അതായത് ഇറാന്റെ ഒരു പ്രത്യേക ഭീഷണിക്ക് തിരിച്ചടി നൽകാൻ അമേരിക്കൻ സൈന്യം തയ്യാറായി നിൽക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. പൊതുവെ ഇറാനോടുള്ള അമേരിക്കൻ നയം ഇറാനെ ആക്രമിക്കുന്നതിനേക്കാൾ ആ രാജ്യത്തിന് പല വശങ്ങളിൽ നിന്നും സമ്മർദ്ദം കൊടുക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമാണെന്ന് വിദഗ്ധർ പറയുന്നു. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തൽ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്തൽ, സൈബർ നടപടികൾ, രഹസ്യ നീക്കങ്ങൾ എന്നിവയാണ് അമേരിക്കയുടെ ആയുധങ്ങൾ. ഇതിന് പ്രധാന കാരണം ഇറാനുമായുള്ള നേരിട്ടുള്ള സൈനിക ആക്രമണം മുഴുവൻ മേഖലയെയും യുദ്ധത്തിലേക്ക് തള്ളിവിടും. ഇത് പേർഷ്യൻ ഗൾഫ്, ഇറാഖ്, സിറിയ, ലെബനൻ എന്നിവയെ ബാധിക്കും. ഇതുകൊണ്ട് തനിക്ക് വലിയ നഷ്ടം സംഭവിക്കുമെന്ന് അമേരിക്കൻ രാഷ്ട്രീയക്കാർക്കറിയാം. അതുകൊണ്ടാണ് പല വശങ്ങളിൽ നിന്നും സമ്മർദ്ദം കൊടുത്ത് ഭീഷണിപ്പെടുത്തുന്നതിനെ ഇറാനോടുള്ള നയമായി അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നതെന്ന് വിദഗ്ധർ പറയുന്നു. വെനസ്വേലയെപ്പോലെയല്ല ഇറാൻ നയതന്ത്രപരമായി ഒറ്റപ്പെട്ടതല്ല. റഷ്യയുമായും ചൈനയുമായും ഇത് ശക്തമായ ബന്ധം പുലർത്തുന്നു. റഷ്യയും ചൈനയും ഏതൊരു ഏകപക്ഷീയമായ അമേരിക്കൻ സൈനിക നടപടിയെയും ശക്തമായി എതിർക്കും. ഈ ആഗോള സാഹചര്യം അമേരിക്കയുടെ ഇഷ്ടങ്ങളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നു. ഈ സാഹചര്യത്തിൽ മുതിർന്ന ഇറാനിയൻ നേതാവ് അലി ലാരിജാനി പറയുന്നത് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള നഗ്നമായ ഇടപെടലാണിത് എന്നാണ്. പ്രതിഷേധങ്ങൾ ഒരു ആഭ്യന്തര വിഷയമാണെന്നും ഇതിൽ ഏതൊരു വിദേശ രാജ്യവും ഇടപെട്ടാൽ അത് ശത്രുതാപരമായി കണക്കാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഇറാനെതിരായ സൈനിക നടപടിക്ക് അന്താരാഷ്ട്ര നിയമസാധുത ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലിനുള്ള സാധ്യതയെ വീണ്ടും കുറയ്ക്കുമെന്നും പറയപ്പെടുന്നു. ഇറാന്റെ ആഭ്യന്തര പ്രതിസന്ധിയിൽ ഇസ്രായേലിന്റെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ അസാധ്യമാണെന്നും പറയുന്നു. നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഗാസ മുതൽ ലെബനൻ, സിറിയ, ചെങ്കടൽ വരെ പല മേഖലകളിലും യുദ്ധസാഹചര്യം സൃഷ്ടിക്കും. ഇത് നിലവിലെ സാഹചര്യത്തിൽ തനിക്ക് അനുയോജ്യമല്ലെന്ന് ഇസ്രായേൽ കരുതുന്നതായി പറയുന്നു. അതിനാൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിനേക്കാൾ
അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഉപരോധങ്ങൾ, രഹസ്യാന്വേഷണ നടപടികൾ, നയതന്ത്ര സമ്മർദ്ദങ്ങൾ എന്നിവയെ ആശ്രയിക്കുന്നതാണ് സുരക്ഷിതമെന്ന് ഇസ്രായേൽ കരുതും. അതുകൊണ്ട് ഇറാനെതിരെ ഒരു വലിയ സൈനിക നടപടിക്കുള്ള സാധ്യത കുറവാണ്. എങ്കിലും ഇറാനിൽ പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടാൽ ഞങ്ങൾ അവരെ രക്ഷിക്കാൻ വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് അവിടെ ഭരണമാറ്റത്തിനുള്ള ഒരു സൂചനയായിട്ടാണ് കാണപ്പെടുന്നതെന്ന് വിദഗ്ധർ പറയുന്നത് ശ്രദ്ധേയമാണ്.